സൂപ്പർ പവറുള്ള ഒരു കൈപ്പത്തി. അതിൽ പിടിച്ചാൽ ആത്മാക്കളെ കാണാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അവരെ ആവാഹിക്കാനും പറ്റും. പക്ഷെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ നല്ല 8ന്റെ പണിയും കിട്ടും. ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. 2022 ഇറങ്ങിയ ഒരു ഓസ്ട്രേലിയൻ സൂപ്പർ നാച്ചുറൽ സിനിമ, ഒരു ഇരട്ട സംവിധായകരുടെ ആദ്യത്തെ സിനിമ. 42 കോടി മുടക്കി 800 കോടി വാരിക്കൂട്ടിയ സിനിമ ടോക്ക് ടു മീ. ഇത് വല്ലാത്തൊരു സിനിമയാണ്. സമയം രാത്രിയാണ്. ഇപ്പൊ ഒരു വീട്ടിലൊരു പാർട്ടി നടക്കുന്നുണ്ട്. അതിനിടയിൽ മുടിയിറക്കിയ ഒരു പയ്യനെ കണ്ടില്ലേ? ഇവന്റെ പേര് കോൾ എന്നാണ്. അവൻ അർജന്റായിട്ട് അവന്റെ ബ്രദറിനെ ഫോണിൽ വിളിക്കുകയാണ്. ബ്രദറിന്റെ പേര് ഡ്യൂക്കറ്റ്. പക്ഷെ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവൻ ആ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് നിന്ന് അവിടെ നിൽക്കുന്ന പിള്ളേരുടെ അടുത്തൊക്കെ ചോദിച്ചു ഡ്യൂക്കറ്റിനെ കണ്ടോന്ന്. എന്നാൽ ആരും ഇത് മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ആ വീട്ടിന്റെ അകത്തേക്ക് കയറി. നല്ല തിരക്കാണ് കേട്ടോ അവിടെ. ഈ സമയം ഒരു ലേഡി അവിടെ പച്ചക്കറി അരിയുന്നുണ്ട്. കോളിലെ കാണുമ്പോൾ ലേഡി പറയുന്നത്, നിന്റെ ബ്രദർ ഡ്യൂക്കറ്റ് എന്തൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? അവൻ എന്റെ റൂമിനകത്തിരിപ്പുണ്ട്, നീ വേഗം അവനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയെ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ആ ലേഡി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം കോൾ ചെന്നിട്ട് ആ വാതിൽ മുട്ടി. പക്ഷെ എത്ര മുട്ടിയിട്ടും ഡ്യൂക്കറ്റ് വാതിൽ ഓർക്കുന്നില്ല. അവസാനം സായി കെട്ട് കോൾ ആ വാതിൽ മൊത്തം അങ്ങോട്ട് പൊളിച്ചു. എന്നിട്ട് അവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഡ്യൂക്കറ്റ് ആണെങ്കിൽ ഷർട്ടൊന്നും ഇടാതിരിക്കുകയാണ്. അവന്റെ പുറത്തായിട്ട് മുറിവിന്റെ പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെ കോൾ ചെന്നിട്ട് അവനെ എഴുന്നേപ്പിച്ചു. ഈ സമയം ഡ്യൂക്കറ്റ് ആണെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട്. അവൻ എന്തോ ബാധ കയറിയതുപോലെ. കോളിനാണെങ്കിൽ ശരിക്കും ടെൻഷനും വന്നു. പക്ഷെ ഇത്രയും പിള്ളേർ അവിടെ കൂടി നിൽക്കല്ലേ, നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ നീ ഒന്നും മിണ്ടാതിരി, നമുക്കൊന്ന് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് അവൻ ഡ്യൂക്കറ്റിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയം പുറത്ത് നിൽക്കുന്ന പിള്ളേരൊക്കെ അവരുടെ ക്യാമറയിൽ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അത് കാണുന്ന കോള് ശരിക്കും അങ്ങോട്ട് ദേഷ്യം വന്നു. അവൻ ചെന്ന് അവിടെ നിൽക്കുന്ന പിള്ളേരുടെ കയ്യിൽ നിന്ന് ക്യാമറയൊക്കെ തട്ടി മാറ്റി. എന്നാൽ പെട്ടെന്നാണ് ഡ്യൂക്കറ്റ് ഒരു കത്തി എടുത്തിട്ട് കോളിന് ഒരൊറ്റ കുത്തു കൊടുക്കുന്നത്. അവന്റെ ഭാഗ്യത്തിന് കുത്തുകൊള്ളുന്ന അവന്റെ കയ്യിലാണ്. അതിനെ തുടർന്ന് അവൻ താഴേക്ക് വീണു. ഇതെല്ലാം കണ്ട് പിള്ളേരാണെങ്കിൽ പേടിച്ചോടാൻ തുടങ്ങി. ഈ സമയം ഡ്യൂക്കറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ആ കത്തി എടുത്തിട്ട് അവന്റെ തന്നെ നെറ്റിയിൽ കുത്താണ്. അതോടുകൂടെ അവൻ മരിച്ചു വീണു. ഇവിടെയാണ് ഈ സിനിമയുടെ പേരെടുത്ത് കാണിക്കുന്നത്, ടോക്ക് ടു മീ. ഇനി കാണിക്കുന്നത് ഈ കഥയിലെ നായിക. ഇവളുടെ പേര് മിയ എന്നാണ്. അവളിപ്പോൾ അവളുടെ വീട്ടിൽ വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നത്തെ ദിവസം ഇവളുടെ അമ്മ മരിച്ച ആനിവേഴ്സറിയാണ്. അമ്മയുടെ പേര് റിയ എന്നായിരുന്നു. അമ്മയുമായിട്ടുള്ള അവൾ സംസാരിച്ച കാര്യങ്ങളൊക്കെ ഇവൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് അച്ഛൻ അങ്ങോട്ട് വരുന്നത്. പുള്ളിയുടെ പേര് മാക്സ്. പുള്ളി പറയുന്നത്, എടി നിന്റെ ആന്റി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, നീ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ആന്റിയുടെ അടുത്ത് പോയി സംസാരിക്കും. അവൾ സമ്മതിച്ചു. അങ്ങനെ അവളും ആന്റിയും കൂടെ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഇനി എന്താ പരിപാടി? സ്കൂളൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ തന്നെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ? ഇപ്പൊ തൽക്കാലത്തേക്ക് അതാണ് പ്ലാൻ എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിനൊക്കെ ശേഷം അവർ പിരിഞ്ഞു. അങ്ങനെ സമയം രാത്രി. മിയ ഇപ്പൊ വീട്ടിൽ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പുറകിൽ നിന്ന് അവളുടെ അച്ഛൻ വിളിക്കുന്നത്. എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇല്ല എന്ന് അവൾ അതിന് മറുപടി പറഞ്ഞു. അതിനിടയിൽ അവൾക്കൊരു ഫോൺ വന്നു. ഇവക്കൊരു ഫ്രണ്ട് ഉണ്ട്, ജേഡ് എന്നാണ് അവളുടെ പേര്. അവളുടെ ബ്രദറായ റെയിലിയാണ് വിളിക്കുന്നത്. അവനിപ്പോ പറയുന്നത്, ഞാൻ ഇവിടെ പെട്ടുപോയിരിക്കാണ്, ചേച്ചിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നീ എന്നെ വന്നൊന്ന് പിക്ക് ചെയ്യോ? മീ അതിന് ഓക്കെ പറയും ചെയ്തു. ഇതേസമയം തന്നെ റെയിലി ആണെങ്കിൽ അവന്റെ ഫ്രണ്ടായ അലക്സിന്റെ കൂടെ റോഡ് സൈഡിലിരിക്കുകയാണ്, മിയ വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട്. ഈ അലക്സ് എന്ന് പറയുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ നല്ല രീതിയിൽ സിഗരറ്റ് വലിക്കും. ഇപ്പോഴും അവൻ സിഗരറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ റെയിലിയെ വലിക്കാനൊക്കെ നിർബന്ധിച്ചു. എന്നാൽ റെയിലി പറയുന്നത്, എനിക്കിതിന് താല്പര്യമില്ല എന്നാണ്. അങ്ങനെ അവരിങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റിയ അവളുടെ കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത്. അവൾ അലക്സിന്റെ അടുത്ത് ഒരു ലിഫ്റ്റ് വേണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അവനിപ്പോൾ പോകുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ മിയ റെയിലിയെ വണ്ടിയിൽ കയറ്റി വേഗം തന്നെ വണ്ടി എടുത്തു. പോകുന്ന വഴിക്ക് പാട്ടൊക്കെ ഇട്ട് ഡാൻസും കളിച്ചുകൊണ്ടാണ് അവർ വണ്ടിയിലിരിക്കുന്നത്. ഇത് മിയയുടെ ഫ്രണ്ടിന്റെ ബ്രദർ ആണെങ്കിലും ഇവക്കിത് സ്വന്തം ബ്രദറിനെ പോലെ തന്നെയാണ്. ഇവ മാത്രമല്ല, ഇവരുടെ ഫാമിലി മൊത്തം സ്വന്തം ഫാമിലി ആയിട്ടാണ് ഈ മിയ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് തുള്ളി ചാടിക്കൊണ്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അവൾ വണ്ടി നിർത്തുന്നത്. അവരുടെ വണ്ടിക്ക് മുമ്പിലായിട്ട് ഒരു കങ്കാരു കിടക്കുന്നു നടു റോഡിൽ. അതിലേതോ വണ്ടി ഇടിച്ചിട്ടതാണ്. പക്ഷെ ഇതുവരെയായിട്ട് ചത്തിട്ടില്ല. അതിങ്ങനെ വേദന കൊണ്ട് പെടയാണ്. അങ്ങനെ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. റെയിലി പറയുന്നത് നമുക്ക് ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ്. പക്ഷെ അത് പറ്റത്തില്ല എന്നാണ് മിയ പറയുന്നത്. കാരണം അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കാര്യമില്ല, അപ്പോഴേക്ക് അത് ചാവും. പിന്നെ ഇതിന് ഇങ്ങനെ കടത്തിയിട്ട് പോകാനാണോ നിന്റെ പ്ലാൻ? അത് വേദന കൊണ്ട് പെടയുന്ന കണ്ടില്ലേ? എന്നൊരു കാര്യം ചെയ്യും, നമുക്കിതിനെ വണ്ടി കയറ്റി കൊന്നു കളയാം, അല്ലാണ്ട് ഇങ്ങനെ ഇതിനിട്ടിട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് റെയിലി പറയുന്നത്. അവളത് സമ്മതിച്ചു. എന്നിട്ട് വേഗം തന്നെ രണ്ടുപേരും വണ്ടിയിൽ കയറി. പക്ഷെ അവൾക്ക് അതിനെ കൊല്ലാൻ തോന്നുന്നില്ല. അവളിപ്പോൾ അവനോട് പറയുന്നത്, ഈ പണി വേറെ ആരെങ്കിലും ചെയ്തോളൂ, എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് അവൾ അതിനെ കൊല്ലാതെ തന്നെ വണ്ടി മുന്നോട്ടെടുത്തു. അങ്ങനെ മിയ റെയിലിയും കൊണ്ട് നേരെ പോകുന്നത് അവരുടെ വീട്ടിലേക്കാണ്. അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജേഡ് അവിടെ കിടക്കുന്നുണ്ട്. അവളോടൊരു ഹായ് പറഞ്ഞതിന് ശേഷം റെയിലി അപ്പുറത്തേക്ക് പോയി. ഈ സമയം ഇവർക്കൊരു പട്ടിയുണ്ട്, അതിന്റെ പേര് കുക്കി എന്നാണ്. അത് അവിടുത്തെ ബെഡിൽ കിടക്കുന്ന കാണുമ്പോൾ മിയ അതിനെടുത്തിട്ട് പുറത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവളും ബെഡിലേക്ക് കയറി. ഈ സമയം ജേഡ് ആണെങ്കിൽ അവളുടെ ബോയ് ഫ്രണ്ട് ആയ ഡാനിയലുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മിയ ഇപ്പം അവൾ കണ്ട ആ കങ്കാരുണ്ടല്ലോ അതിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ ചാറ്റിങ്ങിൽ ബിസി ആയിരിക്കുന്നതുകൊണ്ട് ജേഡ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല.
ഈ സമയത്താണ് ഡാനിയൽ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൾ അപ്പം തന്നെ അത് അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ മിയയ്ക്ക് സംസാരിക്കാനുള്ളതുകൊണ്ട് അവൾ അവരെ സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. നീ പിന്നെ വിളിക്കുക ഡാനിയൽ എന്നൊക്കെ അവളിങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി. അതിന് തുറന്ന് ഡാനിയൽ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഡാനിയലും ജേഡും തമ്മിൽ ഇപ്പം ഇഷ്ടത്തിലാണെങ്കിലും പണ്ട് അവന് കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നത് ഈ മിയയുടെ അടുത്തായിരുന്നു. എന്നിപ്പോൾ വലുതായി കഴിഞ്ഞപ്പം അവനിപ്പോൾ ജേഡിനോടാണ് ഇഷ്ടം. അങ്ങനെ ആ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം മിയ ഇപ്പം അവരുടെ കോമൺ ഗ്രൂപ്പിലെ ഒരു ചാറ്റ് കാണിച്ചു കൊടുത്തു. അതിലൊരു വീഡിയോ ഉണ്ട്, ഒരു പെണ്ണിന്റെ ദേഹത്ത് പ്രേതം കൂടിയതുപോലെ. ഇത് പ്രേതം കൂടിയതല്ല, പ്രേതത്തിന് കയറ്റിയതാണ്. ഒരു തരത്തിലുള്ള ഗെയിമാണത്. ഇവരുടെ കൂട്ടത്തിലുള്ള ഹെയ്ലി എന്ന് പറഞ്ഞ പെണ്ണാണ് ആ വീഡിയോ ഗ്രൂപ്പിലിട്ടത്. ഇന്ന് രാത്രിയും ഈ ഗെയിം അവർ കളിക്കുന്നുണ്ട്. ഇപ്പം മിയ ജേഡിനോട് പറയുന്നത് നമുക്കിന്ന് പോയാലോ എന്നാണ്. അതേക്കുമ്പോൾ ഞാനൊന്നുമില്ല, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ജേഡ് അതിന് മറുപടി പറയുന്നത്. അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം മിയ പിന്നെ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ അവർ പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് ഡാനിയലിന്റെ കോള് പിന്നെയും വരുന്നത്. അത് കാണുമ്പോൾ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കുകയും ഞാൻ റെയിലിയുടെ അടുത്തുണ്ടാവും പറഞ്ഞിട്ട് മിയ വെളിയിലേക്ക് ഇറങ്ങി. അങ്ങനെ മിയ ഇപ്പം റെയിലിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ജേഡിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. അമ്മയുടെ പേര് സു. അവരിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അങ്ങനെ അവർ അടുക്കളയിലേക്ക് കയറി കഴിയുമ്പോൾ മിയ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് പോയി. ഈ സൂവിനും മിയെ ഭയങ്കര കാര്യമാണ്. ഇന്നിപ്പോൾ മിയയുടെ അമ്മയുടെ ആനിവേഴ്സറി ആയിരുന്നല്ലോ. ജോലി തിരക്ക് കാരണം സൂവിന് അത് പങ്കെടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവളിപ്പം മിയയുടെ അടുത്തൊരു സോറി പറയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. സൂ ഇപ്പൊ ബാത്റൂമിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ജേഡ് അങ്ങോട്ട് വരുന്നത്. അവളുടെ മനസ്സിപ്പോൾ മാറി. ആ പ്രേതത്തെ വിളിക്കുന്ന ഗെയിം ഉണ്ടല്ലോ, അതിന് പോവാം എന്നാണ് അവളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അവളുടെ അമ്മയുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാൻ വന്നിരിക്കുകയാണ് അവൾ. ഇതാണ് കാരണം എന്നൊന്നും പറയുന്നില്ല, ഒരു പാർട്ടി ഉണ്ട് അതിന് പോവാണ്. പക്ഷെ ഈ അമ്മയ്ക്ക് ഇവിടെ ഭയങ്കര സംശയമാണ്. ആ ഡാനിയലുമായിട്ട് എങ്ങോട്ടേക്ക് ഇറങ്ങാൻ പോവാവും എന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഈ ഡാനിയലിനെ ഇവിടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടവുമല്ല. പക്ഷെ മിയ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ അവരതിന് സമ്മതിച്ചു. അങ്ങനെ ജേഡും മിയും വേഗം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അവർ വെളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പം ദേ നിൽക്കുന്നു റെയിലി, ഞാനും നിങ്ങളുടെ കൂടെ വരണ്ടെന്ന്. നീ വരണ്ടെന്ന് പറഞ്ഞാലും ഇവൻ വരും എന്ന കാര്യം അവർക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അവർ അവനെയും കൂടെ കൂട്ടാണ്. അങ്ങനെ അവർ 3 പേരും അവരുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എത്തി. ഇവരുടെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലാണ് അവർ ആ ഗെയിം കളിക്കാൻ പോകുന്നത്. അവരങ്ങോട്ട് കയറുമ്പോൾ ഒരു ബിയർ ക്യാനും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണിനെ കണ്ടില്ലേ, ഇവളാണ് ഹെയ്ലി. ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. അങ്ങനെ എല്ലാവരും ആ വീടിനുള്ളിലേക്ക് കയറിയതിന് ശേഷം മിയ ഇപ്പോൾ ഡോർ ക്ലോസ് ചെയ്തു. അതിനുശേഷം അവൾ അവിടുത്തെ സോഫയിലേക്ക് എന്നിരുന്നു. അവളുടെ അപ്പുറത്തായിട്ടിരിക്കുന്ന ഈ കറുത്ത ബനിയനിട്ടവനെ കണ്ടില്ലേ, ഒരു ഐഫോണും പിടിച്ചുകൊണ്ട്. ഇവന്റെ പേര് ജോസ്. ഇവനും ആ ഹെയ്ലിയും കൂടെയാണ് ഈ ഗെയിമിന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരോടും ഹായ് പറഞ്ഞതിന് ശേഷം മിയയും ജേഡും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഡാനിയൽ വരുന്നത്, ജേഡിന്റെ ബോയ് ഫ്രണ്ട്. അവനെ കണ്ടതും ജേഡ് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ മിയയും വിട്ടുകൊടുക്കുന്നില്ല. നീ എന്റെ പഴയ ബോയ് ഫ്രണ്ട് അല്ലെന്നും പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ അവളും അവരെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഗ്രൂപ്പിലുള്ള എല്ലാവരും അങ്ങോട്ടെത്തി. ഇനി അവർ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ജോസ് ഒരു കസേര അവിടെ കൊണ്ടുവച്ചു. ഈ ഗെയിം കളിക്കുന്ന ആള് ആ കസേരയിലാണ് ഇരിക്കേണ്ടത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ ആരാണ് ആദ്യം കളിക്കാൻ പോകുന്നത് എന്ന് ഹെയ്ലി അവിടുന്ന് വിളിച്ചു ചോദിച്ചു. അതേക്കും ഞാൻ കളിക്കാം എന്ന് മിയ പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ, അവരതിന് സമ്മതിക്കുകയും ചെയ്തു. മാത്രമല്ല എല്ലാവരും കൈയടിക്കാനും തുടങ്ങി. കാരണം ഇതുപോലൊരു ഗെയിമിന് സമ്മതിക്കണം എന്നുണ്ടെങ്കിൽ അത്ര ധൈര്യം വേണം. അങ്ങനെ മിയ ചെന്ന് ആ കസേരയിലേക്ക് ഇരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇത് ദേഹത്ത് പ്രേതം കൂടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പ്രേതം വന്നു കഴിഞ്ഞാൽ ആൾ എന്തൊക്കെ ചെയ്യും എന്ന കാര്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ഗെയിം കളിക്കുന്ന ആളെ കെട്ടിയിടണം. ഇപ്പൊ ജോസ് അതാണ് ചെയ്യുന്നത്. ഒരു ബെൽറ്റ് എടുത്തിട്ട് അവൾ ആ കസേരയിൽ കെട്ടിയിട്ടു. ഈ സമയത്ത് തന്നെ റെയിലിയാണ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഗെയിമാണ് അവർ കളിക്കാൻ പോകുന്നത് എന്ന കാര്യം ഇതുവരെയായിട്ട് അവർ മനസ്സിലായിട്ടില്ല. അങ്ങനെ ഹെയ്ലി അവിടെ നിന്നിട്ട് ഗെയിമിന്റെ റൂൾസ് പറയാൻ തുടങ്ങി. ആത്മാവ് ഇപ്പം മിയയുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 90 സെക്കൻഡ് അതിനുള്ളിൽ അതിനെ പറഞ്ഞു വിട്ടേക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പണിയാണ്. അവൾ അത് പറയുമ്പോൾ അതെന്താണ് പ്രശ്നം, 90 സെക്കൻഡ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മിയക്ക് ഡൗട്ടായി. 90 സെക്കൻഡ് കഴിഞ്ഞാലേ ആ ആത്മാവ് പിന്നെ നിന്റെ ശരീരം വിട്ട് പോകത്തില്ല. ഹെയ്ലി തന്നെ അതിന് മറുപടി പറഞ്ഞു. അവൾ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പം മിയയുടെ പുറകിലിരിക്കുന്ന ജോസ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ആ ആത്മാവ് നിന്റെ ശരീരത്തിലുള്ള സമയത്ത് നീ മരിക്കുകയാണെങ്കിൽ അതെല്ലാ കാലവും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്നു. പേടിപ്പിക്കുന്ന രീതിയിലാണ് ജോസ് അത്രയും പറഞ്ഞത്. എന്നാൽ അത് കേൾക്കുന്ന മിയയ്ക്ക് ശരിക്കും ചിരിയാണ് വന്നത്. അങ്ങനെ അവളെ കെട്ടിയിട്ടതിന് ശേഷം ഹെയ്ലി ഇപ്പോൾ അവളുടെ മുന്നിലത്തെ ടീപ്പോയുടെ മുകളിലേക്ക് ഒരു മെഴുകുതിരി വെച്ചു. എന്നിട്ട് അത് കത്തിച്ചു. ഈ മെഴുകുതിരിയും ഈ ഗെയിമിലുള്ളതാണ്. ഈ ഗെയിം അവസാനിക്കുന്ന ആ നിമിഷം തന്നെ മെഴുകുതിരി കെടുത്തണം, അല്ലെങ്കിലും പണിയാണ്. എങ്കിലേ അത് പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ആവത്തുള്ളൂ. അങ്ങനെ മെഴുകുതിരി കത്തിച്ചതിന് ശേഷം ജോഷ് ഇപ്പോൾ ഒരു കൈപ്പത്തി അങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. ഇതാണ് മെയിൻ സാധനം. ഈ കൈപ്പത്തി ഒറിജിനൽ കൈയാണ്. എന്നാൽ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി എംബാം ചെയ്തിരിക്കുകയാണ്. മനുഷ്യ ശരീരങ്ങളൊക്കെ കേടാവാതിരിക്കാൻ ചെയ്തില്ലേ, അതിനാണ് ഈ എംബാം ചെയ്യാന്ന് പറയുന്നത്. ആ കൈപ്പത്തിയെ പൊതിഞ്ഞിരിക്കുന്ന കുറെ എഴുത്തുകളൊക്കെ ഉള്ള ഈ ആവരണം കണ്ടില്ലേ, അത് സെറാമിക് ആണ്. ഒരിക്കലും അത് നശിച്ചു പോകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൈപ്പത്തി അവിടെ വെച്ചതിന് ശേഷം ഹെയ്ലി അടുത്ത നിബന്ധനകൾ പറയാണ്. അതായത് മിയപ്പം ആ കൈപ്പത്തിയിൽ പിടിക്കണം, കൈ കൊടുക്കുന്ന പോലെ. എന്നിട്ട് അവളൊരു ഡയലോഗ് പറയണം, ടോക്ക് ടു മീ, എന്നോട് സംസാരിക്കുമെന്ന്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്കൊരു ആത്മാവിനെ കാണാൻ പറ്റും. അത് അവൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ആത്മാവ് മുന്നിൽ വന്നു കഴിഞ്ഞാൽ അടുത്തായിട്ട് അവൾ ഒരു ഡയലോഗും കൂടെ പറയണം, എൻ്റെ ശരീരത്തിലേക്ക് കയറുമെന്ന്. അങ്ങനെ വരുമ്പം ആ ആത്മാവ് അവളുടെ ശരീരത്തിലേക്ക് കയറും. പിന്നെ അവളുടെ ശരീരത്തിൽ നിന്ന് സംസാരിക്കുന്നത് ആ ആത്മാവായിരിക്കും. അങ്ങനെ ആത്മാവ് ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ 90 സെക്കൻഡ് മാത്രമേ അതിനവിടെ തുടരാൻ അനുവദിക്കാൻ പാടുള്ളൂ. ഈ 90 സെക്കൻഡ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്താ സംഭവിക്കാന്ന്.
അപ്പൊ കറക്റ്റ് 90 സെക്കൻഡ് ആവുമ്പോൾ ആരെങ്കിലും ചെന്ന് ആ കൈപ്പത്തി അവളുടെ കയ്യിൽ നിന്ന് വിടിയിക്കണം. എന്നിട്ട് അപ്പം തന്നെ ആ മെഴുകുതിരി കെടുത്തുകയും വേണം. എങ്കിൽ മാത്രമേ ആ ഗെയിം അവസാനിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഹെയ്ലി ഇപ്പോൾ അവിടുന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാവരും ഇപ്പം അവരുടെ മൊബൈൽ ക്യാമറ ഓണാക്കി. അങ്ങനെ മിയ പതുക്കെ ആ കൈപ്പത്തിയിലൊന്ന് തൊട്ടു. തൊടയുടെ താമസം പെട്ടെന്നൊരു പ്രേതം അവളുടെ മുമ്പിൽ വന്നു. കോട്ടിട്ടൊരു മനുഷ്യൻ, ആണാണ്. അത് കണ്ടതും അവൾ ഞെട്ടിത്തെറിച്ച് കൈ വലിച്ചു. ഇത് കാണുന്ന ബാക്കിയുള്ളവരൊക്കെ ചിരിക്കാൻ തുടങ്ങി. അവരിത് നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ എല്ലാവരും എൻകറേജ് ചെയ്ത് മിയ ഒന്നുകൂടെ ആ കയ്യിൽ തൊട്ടു. ഇത്തവണ അവൾ കുറച്ച് ധൈര്യത്തിലാണ്. എന്നാൽ ഇപ്പൊ തൊട്ടപ്പം മറ്റൊരു പ്രേതമാണ് വന്നത്. ഒരു ലേഡിയുടെ പ്രേതം, വല്ലാത്തൊരു രൂപം. അങ്ങനെ ആ പ്രേതത്തിനൊന്ന് നോക്കിയതിനു ശേഷം അവൾ അടുത്ത ഡയലോഗ് പറഞ്ഞു, എന്റെ ശരീരത്തിലേക്ക് കയറാൻ. അതിന് തുറന്ന് ആ പ്രേതം ശരീരത്തിലേക്ക് കയറി. ശരീരത്തിലേക്ക് കയറിയതും മിയ ബാക്കോട്ട് ആഞ്ഞു. അവളുടെ കൃഷ്ണമണികളൊക്കെ ഇങ്ങനെ വലുതാവാൻ തുടങ്ങി. അതിനുശേഷം അവൾ കാണിച്ചു കൂട്ടുന്നൊക്കെ ഭയങ്കര വിചിത്രമായിരുന്നു. വല്ലാതെ ശബ്ദം ഉണ്ടാക്കുക, പിച്ചും പേയും പറയുക, അങ്ങനെ പല കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും ചിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവളിപ്പോൾ സംസാരിക്കുന്നത് റെയിലിയോടാണ്. അവന്റെ പുറകിൽ ആരോ നിൽക്കുന്നുണ്ടെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ അവന് ശരിക്കും പേടിയായി. ഈ സമയമാകുമ്പോഴേക്കും 83 സെക്കൻഡായി. അതുകൊണ്ട് ഹെയ്ലി ഇപ്പോൾ ജോസിന്റെ അടുത്ത് പറയുന്നത് ആ കൈപ്പത്തി വാങ്ങാനാണ്. അതിന് തുറന്ന് ജോസ് അതിന് ട്രൈ ചെയ്തു. എന്നാൽ മീ ആ കൈപ്പത്തി കൊടുക്കുന്നില്ല. അവൾ ജോസിനെ തള്ളിയിട്ടതിന് ശേഷം ആ സോഫയിൽ ഇങ്ങനെ കിടന്നുകൊണ്ട് നമ്മുടെ റെയിലിയെ നോക്കി. എന്നിട്ട് അവനോട് ഓടാൻ പറയാണ്. ഓട് 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 ഓട്, അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് തുറന്ന് അവിടുത്തെ കരണ്ടും പോയി. അവസാനം എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവരെ കൈപ്പത്തി പിടിച്ചു വാങ്ങി. പക്ഷെ അപ്പോഴേക്കും 90 മിനിറ്റ് കഴിഞ്ഞിരുന്നു. എങ്കിലും മിയ നോർമൽ അവസ്ഥയിൽ തന്നെയാണ്. അങ്ങനെ അവൾ നോർമലായി കഴിഞ്ഞപ്പോൾ അവൾ വല്ലാണ്ട് അങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അവൾ ബാക്കിയുള്ളവരുടെ അടുത്ത് പറയുന്നത്. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും തിരിച്ചു വീട്ടിലേക്ക് എത്തി. എന്നാൽ എന്തോ റെയിലേക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അവനെന്തൊരു പേടി പോലെ. അതുകൊണ്ട് അവൻ നേരെ അവന്റെ ചേച്ചിയുടെ റൂമിലേക്ക് വന്നു, ജേഡന്റെ. പക്ഷെ അവൾ ഡാനിയലുമായിട്ട് ചാറ്റ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് അവൾ അവനകത്തേക്ക് കയറ്റിയില്ല. അതോടെ അവൻ അടുത്തായിട്ട് പോകുന്നത് മിയയുടെ അടുത്തേക്കാണ്. മിയ ഇന്നത്തെ ദിവസം അവിടെയാണ് കിടക്കുന്നത്. അങ്ങനെ അവൻ വേഗം തന്നെ അവളുടെ അടുത്ത് നിന്ന് കിടന്നു. ഈ സമയം മിയ ആണെങ്കിൽ അവളുടെ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ച് കിടക്കായിരുന്നു. അവളൊരു ദുസ്വപ്നം കണ്ടു. അതിനെക്കുറിച്ച് അവളിപ്പോൾ അവനോട് പറയാണ്. അതായത് അവളൊരു കണ്ണാടിയിൽ നോക്കിയപ്പോൾ കണ്ണാടിയിൽ അവളെ കാണുന്നില്ല. ഈ ലോകത്ത് നിന്ന് തന്നെ അവൾ മാഞ്ഞു പോയതുപോലെ. ആ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവൾ ആ കൈപ്പത്തിയിൽ പിടിച്ചപ്പോൾ ഉണ്ടായ അവളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്നെനിക്ക് അറിയത്തില്ല. അത്രയും അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോൾ അവൻ ചോദിക്കുന്നത്, അല്ല നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത്? അവൾ ആ ചോദ്യം കേട്ടപ്പം അവൾ ആദ്യം ഒന്ന് വിഷമിച്ചെങ്കിലും അവൾ ആ കാര്യം പറഞ്ഞു കൊടുത്തു. അതായത് അമ്മ ഒരു ദിവസം രാത്രി കിടക്കാൻ പോയപ്പോൾ ഉറക്കഗുളിക എടുത്ത് കഴിച്ചു. പക്ഷെ അത് കൂടിപ്പോയി. അങ്ങനെ അത് കഴിച്ച് കൂടിപ്പോയതിനു ശേഷം അവർക്ക് വല്ലാണ്ട് ശ്വാസം മുട്ടി. പക്ഷെ വാതിൽ ലോക്കായിരുന്നു. അവർക്കത് തുറക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർ വാതിൽ ഇങ്ങനെ വല്ലാണ്ട് അടിച്ചു. കുറേ സമയം കഴിഞ്ഞ് അവളുടെ അച്ഛൻ അത് കേട്ട് വാതിൽ പൊളിച്ചിട്ട് അവരെ പുറത്തേക്ക് എടുത്തു. ആ സമയം അമ്മയുടെ നഖത്തിന്റെ ഇടയിൽ മൊത്തം മരക്കഷ്ണങ്ങളായിരുന്നു ആ വാതിലിൽ മാന്തിയത് കൊണ്ട്. അതിനെ തുടർന്ന് അമ്മ പെട്ടെന്ന് തന്നെ മരിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം അവൾ വല്ലാത്തൊരു ഡിപ്രഷനിലോ ആയി. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവൾ അവൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം റെയിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അവൻ്റെ മൊബൈലിൽ ഒരു വീഡിയോ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഉറങ്ങിക്കഴിഞ്ഞപ്പം ആരോ വന്നിട്ട് അവൻ്റെ ഫോണും ഹെഡ്സെറ്റും എടുത്ത് മാറ്റി. എന്നിട്ട് അവനൊന്ന് തലോടിയതിന് ശേഷം ആളകത്തേക്ക് പോയി. കൈ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒരുപക്ഷെ അവൻ്റെ അമ്മയായിരിക്കും. എന്നാൽ അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം മറ്റൊരാൾ കൂടെ വന്നിട്ട് അവൻ്റെ തലയിലൊന്ന് തലോടി. അതൊരു പ്രേതമായിരുന്നു. അവൻ എന്തോ വരാനുള്ളതുപോലെ. അങ്ങനെ പിറ്റേ ദിവസമായി സ്കൂളൊക്കെ വിട്ടതിന് ശേഷം ജേഡ് ഇപ്പം നേരെ ഹെയ്ലിയെ കാണാൻ ചെന്നു. അവളൊരു കാറിന് മുകളിലിരിക്കുകയാണ്. ജേഡ് ഇപ്പം ഹെയ്ലിയോട് പറയുന്നത് നമുക്ക് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ആ ഗെയിം കളിക്കണം എന്നാണ്. അതും ഡാനിയലിന് വേണ്ടി. അതേക്കുമ്പോൾ കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എവിടെ വെച്ച് കളിക്കും? കഴിഞ്ഞ ദിവസം പോയ വീട് പറ്റത്തില്ല. വീട് നിങ്ങൾ കണ്ടെത്തുമോ? അത് കുഴപ്പമില്ല ഹെയ്ലി, എൻ്റെ അമ്മ രാത്രി ജോലിക്കൂ, ആ സമയത്ത് നമുക്ക് എൻ്റെ വീട്ടിൽ വെച്ച് കളിക്കാം എന്നാണ് അവൾ പറയുന്നത്. ഹെയ്ലി അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഹെയ്ലിയോട് സംസാരിച്ച് ജേഡ് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ മിയ അവിടെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഡാനിയലും ഉണ്ട്. ഹെയ്ലി കളിക്കാതെ സമ്മതിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ സമയം രാത്രി അമ്മ പോയതിനു ശേഷം എല്ലാവരും ഇപ്പോൾ ജേഡിന്റെ വീട്ടിൽ കൂടി. ഇന്ന് ഡാനിയലിന് വേണ്ടിയാണ് അവർ കളിക്കുന്നത്. അതുകൊണ്ട് ഡാനിയലിനെ അവരവിടെ ചെയറിലിരുത്തി. ഏറ്റവും അവൻ്റെ മുമ്പിലത്തെ ടേബിളിലായിട്ട് ആ കൈയും വെച്ചു. ഈ സമയം ആ കൈപ്പത്തി എവിടുന്നാണ് കിട്ടിയത് എന്ന് അവർ ജോഷിനോട് ചോദിക്കുന്നുണ്ട്. ജോഷ് പറയുന്നത് ഇതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ്. ഈ കൈപ്പത്തി ഇനി ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രാന്തൻ്റെതാണെന്നാണ് ഞാൻ പറയുക എന്നാണ് അവൻ പറയുന്നത്. അതേക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന ഹെയ്ലി പറയുന്നത് ഇത് പ്രാന്തൻ്റെ ഒന്നുമല്ല, എനിക്ക് തോന്നുന്നത് ഇത് ഏതോ സാത്താനിസ്റ്റിൻ്റെ ആണെന്നാണ് എന്നാണ് അവളുടെ അഭിപ്രായം. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവർ ഗെയിം ആരംഭിച്ചു. എന്നാൽ ഡാനിയൽ ആ കൈപ്പത്തിയിൽ തൊടുമ്പോൾ ഏത് പ്രേതമാണ് വരുന്നത് എന്നൊന്നും കാണിക്കുന്നില്ല. അത് അവരുടെ ശരീരത്തിലോട്ട് കയറുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അത് ശരീരത്തിലേക്ക് കയറിയതും ആദ്യം അവന് കുറേ നേരം ശ്വാസം മുട്ടാൻ തുടങ്ങി. ഇതെല്ലാവരിലും കാണുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ചിരിക്കാനും തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്ത് ശ്വാസം മുട്ടലൊക്കെ കഴിഞ്ഞ് ഡാനിയൽ ഇപ്പോൾ നോർമലായി. അവന്റെ ശരീരത്തിലേക്ക് ഇപ്പോൾ കയറിയിരിക്കുന്നത് ഏതോ കാമപ്രാന്ത മൂത്ത പ്രേതമാണ്. അതുകൊണ്ട് അതുപോലത്തെ ചേഷ്ടകളാണ് ഡാനിയൽ ഇപ്പോൾ കാണിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചവൻ താഴേക്ക് വീണു. ഈ സമയത്താണ് അവരുടെ ആ പട്ടി അങ്ങോട്ട് ഓടി വരുന്നത്. പട്ടി കണ്ടതും അവൻ ആ പട്ടിയെ പിടിച്ച് കിസ് ചെയ്യാണ്. വളരെ അരോചകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ആ കൈപ്പത്തി മേടിച്ചു. എന്നിട്ട് ആ മെഴുകുതിരി കെടുത്തുകയും ചെയ്തു. അതോടുകൂടെ അവൻ നോർമലായി.
അങ്ങനെ ഡാനിയലിന്റെ ചാൻസ് കഴിഞ്ഞതിന് ശേഷം അവിടെ കൂട്ടിയിരിക്കുന്ന പല ആൾക്കാരും ആ കൈപ്പേത്തിയിൽ പിടിക്കുന്നുണ്ട്. എല്ലാവരുടെ ശരീരത്തിലേക്ക് പ്രേതം കൂടുകയും ചെയ്തു. കറക്റ്റ് സമയമാകുമ്പോൾ തന്നെ അവരതിനൊക്കെ ഒഴിവാക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരുടെയും ചാൻസ് കഴിയുമ്പോഴാണ് നമ്മുടെ റെയിലിക്ക് ഒരു ആഗ്രഹം അവനൊന്ന് ട്രൈ ചെയ്യാൻ. പക്ഷെ അവന് 15 വയസ്സായിട്ടുള്ളൂ. അതുകൊണ്ട് അവന്റെ ചേച്ചിയായ ജേഡ് അതിന് സമ്മതിക്കുന്നില്ല. അവൻ അവളുടെ അടുത്ത് കെഞ്ചി നോക്കി, എന്നിട്ടും ജേഡ് സമ്മതിക്കുന്നില്ല. നീ എന്റെ കാല് പിടിച്ചാലും ഞാൻ ഇതിന് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞിട്ട് ജേഡ് വെളിയിലേക്ക് ഇറങ്ങി. എന്നാൽ ജേഡ് പോയി കഴിഞ്ഞപ്പോൾ റെയിൽ ഇപ്പം മിയയുടെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. കാരണം മിയ അവന്റെ ചേച്ചിയാണല്ലോ. ആദ്യം അവൾ സമ്മതിക്കത്തില്ലെങ്കിലും അവനിങ്ങനെ കെഞ്ചി പറയുന്ന കേൾക്കുമ്പോൾ ഒരു 50 സെക്കൻഡ് നേരത്തേക്ക് മിയ അതിന് സമ്മതിച്ചു. അതിന് തുടർന്ന് അവൻ ആ കൈപ്പത്തിയിലേക്ക് ഒന്ന് പിടിക്കുകയാണ്. മിയ അവന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ശരീരത്തിലേക്ക് ആ പ്രേതം കൂടി കഴിഞ്ഞപ്പോൾ മിയ ഞെട്ടിപ്പോയി. അവളുടെ അമ്മയാണ് അവന്റെ ശരീരത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ അമ്മ അവളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും നിന്നെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല മോളേത്. എനിക്കിപ്പോൾ നിന്റെ കാര്യം ആലോചിച്ചിട്ട് വല്ലാത്ത വിഷമമുണ്ട്. ഞാൻ നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യാണ് എന്നൊക്കെയാണ് അമ്മ ഇപ്പൊ റെയിലിലൂടെ സംസാരിക്കുന്നത്. ഈ സമയത്താണ് 50 സെക്കൻഡായി എന്ന് ഹെയ്ലി വിളിച്ചു പറയുന്നത്. എന്നാൽ അത് സ്റ്റോപ്പ് ചെയ്യാൻ മിയ സമ്മതിക്കുന്നില്ല. അവള് പറയുന്നത് ഇതെന്റെ അമ്മയാണ്, എനിക്ക് അമ്മയോട് കുറച്ചു നേരം സംസാരിക്കണമെന്ന്. എന്നാൽ അധിക സമയം അമ്മ സംസാരിക്കുന്നില്ല. പെട്ടെന്നാണ് റെയിലി അവന്റെ തല അവിടുത്തെ ടേബിളിൽ അടിക്കുന്നത്. 2-3 തവണ അടിച്ചു. മിയാണെങ്കിൽ കഷ്ടപ്പെട്ട് അവനെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയം റെയിലി ആണെങ്കിൽ ഭയങ്കര പവർഫുള്ളാണ്. അവളെ കൊണ്ട് അവനെ പിടിച്ച് മാറ്റാനൊന്നും പറ്റുന്നില്ല. പെട്ടെന്നാണ് അവൻ ഇരുന്നിരുന്ന ചെയർ പുറകിലേക്ക് തെറിച്ചു പോകുന്നത്. അതിന് തുറന്ന് അവൻ അവിടെ ഇരിക്കുന്ന ടേബിളിൽ തല ഇങ്ങനെ തുടരെ ഇടിക്കാൻ തുടങ്ങി. അവരുടെ തലയൊക്കെ നല്ല രീതിയിൽ പൊട്ടി. അത്രയ്ക്ക് ശക്തിയായിട്ടാണ് അവൻ ആ തല അടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ അടി അടിക്കാൻ തുടങ്ങുമ്പോഴാണ് ആ ശബ്ദം കേട്ട് ജേഡ് അകത്തേക്ക് കയറി വരുന്നത്. അവനത് അടിക്കുന്നതിന് മുമ്പ് തന്നെ അവൾ അവിടെ കൈ കൊണ്ടുപോയി വെച്ചു. അതുകൊണ്ട് ആ അടി കിട്ടിയത് അവളുടെ കയ്യിലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവൻ അപ്പം തന്നെ മരിച്ചുകൊണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് മീ ആണെങ്കിൽ ശരിക്കും ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ അറിയിച്ചതിനെ തുറന്ന് പോലീസുകാരൊക്കെ എത്തി. അവരവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജേഡ് അവളുടെ അമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ നിന്ന് ശബ്ദം കേൾക്കാൻ സാധിക്കും. അമ്മയാണെങ്കിൽ വല്ലാതെ പേടിച്ചിട്ടുമുണ്ട്. ജേഡ് അമ്മയോട് പറയുന്നത് അവൻ വെറുതെ തല കൊണ്ട് ഇടിച്ചാണെന്നാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മീ ഇപ്പോൾ അവളുടെ വീട്ടിലേക്ക് എത്തി. അവളുടെ അച്ഛനാണ് അവളെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്. അങ്ങനെ റൂമിലേക്ക് പോകാൻ നേരത്ത് അവൾ അവളുടെ അച്ഛൻ്റെ അടുത്തൊരു കാര്യം ചോദിച്ചു. അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും എന്നിൽ നിന്ന് മറക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ നീ ഇപ്പം അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, എന്നാൽ ഞാൻ പോയി കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോയി. എന്നാൽ റൂമിന്റെ അകത്തേക്ക് കയറിയതിന് ശേഷം അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. അവളുടെ അമ്മയുടെ ആ സംസാരം അവളുടെ മനസ്സിന്ന് പോകുന്നില്ല. മാത്രമല്ല അച്ഛൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ അവൾ ബാഗ് എടുത്ത് അവിടേക്ക് വെച്ചു. ആ ബാഗിനകത്ത് ആ കൈപ്പത്തി ഉണ്ടായിരുന്നു. തൽക്കാലത്തേക്ക് അവൾ അതിങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇപ്പൊ അതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് അവളുടെ മനസ്സിൽ തോന്നി. പിന്നെ അവളത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിറ്റേ ദിവസമായി ജേഡും അവളുടെ അമ്മയും കൂടെ റെയിലിയുടെ റൂമിലിരിക്കുകയാണ്. അവനിപ്പോൾ റൂമിലേക്ക് മാറ്റി. ഈ സമയത്താണ് മീ അവനെ കാണാൻ വരുന്നത്. എന്നാൽ സൂ അവളെ അകത്തേക്ക് കയറ്റുന്നില്ല. നീ എന്റെ മകനെ കാണണ്ട എന്ന് തന്നെയാണ് അവർ പറയുന്നത്. മാത്രമല്ല അവർ വല്ലാണ്ട് ദേഷ്യപ്പെടാൻ തുടങ്ങി. കാരണം മിയ കാരണമാണ് അവൻ ഈ അവസ്ഥയിലായത് എന്നാണ് അമ്മ വിശ്വസിക്കുന്നത്. അവസാനം അവർ പറയുന്നത് നീ ഇപ്പോൾ വീട്ടിലേക്ക് പോ, ബാക്കി നമുക്ക് അവിടെ വന്നിട്ട് സംസാരിക്കാമെന്നാണ്. അത്രയും പറഞ്ഞിട്ട് സൂ അകത്തേക്ക് കയറി. ഈ സമയം മിയ ആണെങ്കിൽ വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. അതിനിടയിലാണ് അവളൊരു കാഴ്ച കാണുന്നത്. അവിടുത്തെ ചില്ലിലായിട്ട് അവളുടെ അമ്മയുടെ റിഫ്ലക്ഷൻ. എന്നാൽ അത് ചില്ലിൽ മാത്രമേ കാണുന്നുള്ളൂ. അവിടെ നിന്ന് നോക്കിയതിന് ശേഷം അമ്മ അപ്പുറത്തേക്ക് നടന്നു. നേരെ ബാത്റൂമിലേക്കാണ് അവർ പോകുന്നത്. അതിന് തുറന്ന് മിയയും ബാത്റൂമിലേക്ക് എത്തി. എന്നാൽ അകത്ത് കയറി നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. എന്നാൽ ഈ സമയത്താണ് അവിടുത്തെ ടോയ്ലറ്റിന്റെ അകത്തു നിന്നും അവളുടെ അമ്മയുടെ ശബ്ദം കേൾക്കുന്നത്. എന്നെ രക്ഷിക്കുന്നും പറഞ്ഞിട്ട്. അതിനെ തുറന്ന് മിയ ചെന്നിട്ട് ആ വാതിൽ തള്ളി തുറന്നു. എന്നാൽ അകത്തു നിന്ന് ആരും ഇങ്ങോട്ട് തള്ളുകയാണ്. കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അവൾ ആ വാതിൽ തുറക്കുന്നത്. എന്നാൽ വാതിൽ തുറന്നു കഴിഞ്ഞപ്പം ടോയ്ലറ്റിനകത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കണ്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. അവളിങ്ങനെ വിഷമിച്ച് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നത് ഡാനിയലും കണ്ടു. അതുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ഡാനിയൽ അവൾ അവന്റെ കാറിൽ കയറ്റി അവിടുന്ന് പോകാൻ തുടങ്ങി. ഇന്നിപ്പോൾ അവൾ വല്ലാത്തൊരവസ്ഥയിലായതുകൊണ്ട് നിനക്ക് ഇന്ന് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്നു നിന്നോടെ എന്നാണ് അവൾ ഡാനിയലോട് ചോദിക്കുന്നത്. ഡാനിയൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഡാനിയൽ ഇപ്പം മിയയുടെ വീട്ടിലെത്തി. അവരിപ്പോൾ റൂമിലിരിക്കുകയാണ്. റൂമിലിരിക്കുന്ന ആ സമയത്ത് അവർ സംസാരിക്കുന്നത് ഈ ആത്മാക്കളെ കുറിച്ചാണ്. ആത്മാക്കൾ ഒരിക്കലും മനുഷ്യരെ വിട്ട് പോകുന്നില്ല. അവർ മനുഷ്യർക്കിടയിൽ തന്നെ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ളപ്പോഴാണ് അവർ മനുഷ്യരെ തേടി വരുന്നത്. മാത്രമല്ല മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറേഞ്ച് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഈ സമയം തന്നെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ജേഡ് ആണെങ്കിൽ ഇപ്പൊ അമ്മയും തിരക്കി വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ അമ്മ കാറിലിരിക്കുകയാണ്, സിഗരറ്റും വലിച്ചോണ്ട്. അങ്ങനെ ജേഡ് വേഗം തന്നെ കാറിലേക്ക് കയറി. പക്ഷെ അവളുടെ അമ്മ ഇപ്പോൾ ഒന്നും അവളോട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡാനിയൽ ഇപ്പൊ നല്ല ഉറക്കമാണ്. മിയയുടെ ബെഡ് കിടന്നിട്ട്. മിയ ആണെങ്കിൽ അവളുടെ ഫോണിൽ അവളുടെ അമ്മയും അവളും തമ്മിലുള്ള ചില വീഡിയോസ് കാണാണ്. രണ്ടുപേരും ഓപ്പോസിറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അതായത് മിയ കാല് വെച്ചെടുത്താണ് ഡാനിയൽ തല വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയം വീഡിയോ കണ്ടതിന് ശേഷം അവൾ ഫോണൊക്കെ എടുത്ത് വെച്ചിട്ട് കിടന്നു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇവർ ചെറുപ്പത്തിൽ നല്ല കൂട്ടായിരുന്നു എന്ന്. ആ ഇഷ്ടം ഇപ്പോഴും വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ കാലിനോട് ചേർന്നിട്ടാണ് അവൾ കിടക്കുന്നത്. അങ്ങനെ ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അവൾ ഒരു സ്വപ്നത്തിലേക്ക് ചെന്ന് വീണു. ആ സ്വപ്നത്തിൽ അവൾ കാണുന്നത് അവൾ ഡാനിയലിനെ കിസ് ചെയ്യുന്നതാണ്. എന്നാൽ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ മറ്റൊരു വിഷം കൂടെ കണ്ടു.
അതിൽ അന്ന് അവളുടെ അമ്മ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് വാതിലിൽ ഇങ്ങനെ ശക്തിയായിട്ട് ഇടിച്ചിട്ടില്ലായിരുന്നു. അതിന് തുറന്ന് അവളുടെ അച്ഛൻ വന്നിട്ട് ആ വാതിൽ തുറക്കുന്നതാണ്. അതോടുകൂടെ അവളുടെ അമ്മ മരിച്ചു വീണു. ഈ ഒരു വിഷനാണ് അവളിപ്പോൾ കാണുന്നത്. അതിനുശേഷം അവൾ നോക്കുന്നത് അവളുടെ കൈവിരലിലേക്കാണ്. നഖങ്ങൾക്കിടയിലൊക്കെ ആ വാതിലിന്റെ കഷ്ണങ്ങൾ. അത് കണ്ടതും അവൾ ഞെട്ടി എഴുന്നേറ്റു. എന്നാൽ ഡാനിയൽ ഇപ്പോഴും ഉറങ്ങാണ്. ഈ സമയത്താണ് അവൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കാണുന്നത്. ഒരു സ്ത്രീയുടെ പ്രേത ആ റൂമിലിരിക്കുന്നു. അവരിങ്ങനെ മുന്നോട്ട് എഴഞ്ഞു വരാണ്. അങ്ങനെ എഴഞ്ഞു വന്ന് അവൾ ഡാനിയലിന്റെ കാലെടുത്തു. എന്നിട്ട് അവന്റെ വിരലെടുത്ത് വായിലേക്ക് വെക്കുകയാണ്. അത് കണ്ടതും മിയ ഉറക്കെ ഡാനിയലിനെ വിളിച്ചു. അവളിങ്ങനെ കിടന്ന് കാർന്ന് കാണുമ്പോൾ അവൻ ഞെട്ടി എഴുന്നേറ്റു. എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ കാലെടുത്ത് വായിലേക്ക് വെച്ചിരിക്കുന്നത് മിയ തന്നെയാണ്. അതിനെ തുടർന്ന് അവളും ഞെട്ടി എഴുന്നേറ്റു. എഴുന്നേറ്റ് ഉടനെ തന്നെ അവൾ ചോദിക്കുന്നത് ആ ലേഡി എവിടെയെന്നാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ ഡാനിയലിന് ശരിക്കും പേടിയായി. ഞാൻ പോവാന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി. അവൾ എത്ര നിർബന്ധിച്ചിട്ടും അവൻ അവിടെ നിൽക്കാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് വല്ലാതെ ഭ്രാന്ത് പിടിച്ച പോലെയായി. താൻ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടിയത്. അവൾ സ്വയം അവളെ തലക്കിട്ട് ഇങ്ങനെ കുറെ അടിച്ചു. പിന്നീട് അവൾ ചിന്തിച്ചത് ആ കൈനെ കുറിച്ചാണ്. അവൾ ചെന്നിട്ട് ആ കൈപ്പത്തി എടുത്തു. എങ്ങനെയെങ്കിലും അമ്മയോടൊന്ന് സംസാരിക്കണം, അതാണ് അവളുടെ മനസ്സിൽ. അതോട് പ്രാർത്ഥിച്ചിട്ട് അവൾ ആ കൈപ്പത്തിയിലൊന്ന് പിടിച്ചു. അമ്മയെ തന്നെ കാണിച്ചു തരണേന്ന്. അവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. ആ കൈപ്പത്തിയിൽ അവൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവളുടെ അമ്മ തന്നെയാണ് അവളുടെ മുമ്പിൽ വരുന്നത്. അങ്ങനെ അവൾ അമ്മയുടെ അടുത്തൊരു കാര്യം ചോദിച്ചു. എന്തിനാണ് അമ്മയെ നിങ്ങൾ ആത്മഹത്യ ചെയ്തതെന്ന്. അതേക്കുന്ന അമ്മ പറയുന്നത്, ഞാൻ ഒരിക്കലും അത് മനഃപൂർവ്വം ചെയ്തതല്ല മോളെ. നിന്നെ വിഷമിപ്പിക്കണം എന്നെനിക്ക് ഒരാഗ്രഹവും ഇല്ലായിരുന്നു. അതങ്ങനെ സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിട്ടു പോവാത്തത്. ഞാൻ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാവും. അത്രയും പറഞ്ഞതിന് ശേഷം അവർ അടുത്തായിട്ട് പറയുന്നത് ഹോസ്പിറ്റലിൽ കിടക്കുന്ന റെയിലിയുടെ കാര്യമാണ്. അവന് നിന്റെ സഹായം ആവശ്യമുള്ളത്. പക്ഷെ അമ്മ അത് പറഞ്ഞപ്പം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന കാര്യം മേക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അമ്മയെ കെട്ടിപ്പിടിച്ചാണ് അവൾ കിടന്നുറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസമായി ഇപ്പൊ ജേഡും അവളുടെ അമ്മയും കൂടെ റെയിലിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അവരുടെ ദേഹം മൊത്തം വൃത്തിയായി കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് സൂനൊരു കോള് വരുന്നത്. അതിനെ തുടർന്ന് അവൾ വെളിയിലേക്ക് പോയി. ഇപ്പൊ ജേഡ് മാത്രമേ അവിടെ ഉള്ളൂ. അവളിപ്പോ റെയിലിയോട് സംസാരിക്കാനൊന്ന് ശ്രമിച്ചു. എന്നാൽ പെട്ടെന്നാണ് റെയിലി അവന്റെ ശരീരത്തിൽ കടിക്കുന്നത്. ജേഡ് ഇപ്പൊ അത് തട്ടി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ രണ്ടുപേരും താഴേക്ക് വീണു. എന്നാൽ താഴേക്ക് വീണതും റെയിലി അവന്റെ തല വെച്ചിട്ട് ആ ചുമരൊക്കെ പൊളിക്കാൻ തുടങ്ങി. ചോരയാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒഴിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ അവിടെ കിടന്ന് പെടയാണ്. ഈ സമയത്താണ് ശബ്ദം കേട്ട് അവളുടെ അമ്മ അങ്ങോട്ട് ഓടി വരുന്നത്. അതിന് തുറന്നൊരു നേഴ്സും അങ്ങോട്ട് വന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റെയിലി അവിടെ എഴുന്നേൽപ്പിക്കുകയാണ്. അങ്ങനെ ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ മിയയും കൂട്ടരും ഒരു മീറ്റിംഗ് കൂടി. ഈ മീറ്റിംഗിലുള്ളത് മിയ ഉണ്ട്, പിന്നെ ജേഡ് ഉണ്ട്, ഡാനിയൽ ഉണ്ട്, പിന്നെ ഹെയ്ലിയും ജോസും. അവരിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഹോസ്പിറ്റലിലുള്ള റെയിലിയുടെ കാര്യമാണ്. അവൻ തരം കിട്ടിക്കഴിഞ്ഞാൽ സ്വയം മരിക്കാൻ ശ്രമിക്കുന്നു. അതാണ് പ്രശ്നം. ഏത് സമയം അവന്റെ കൂടെ ഒരാൾ വേണം എന്ന അവസ്ഥയാണ്. അങ്ങനെ ആ ഡിസ്കഷനിലിടയിൽ ഇപ്പൊ ജോസ് ഒരു കാര്യം പറഞ്ഞു. ഈ ജോസിന് ഈ കൈ കിട്ടിയത് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ഡെക്കറ്റ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ടായിരുന്നല്ലോ, ആ തലയിൽ കുത്തി മരിച്ചത് അവന്റെ കയ്യിൽ നിന്നാണ്. അവനത് ജോസിന് കൊടുത്തപ്പം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാര്യം അവൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതായത് ആത്മാവ് ഒരാളുടെ ശരീരത്തിൽ കൂടി ആ സമയത്ത് അയാൾ മരിച്ചു പോവുകയാണെങ്കിൽ ആ ആത്മാവ് ഒരിക്കലും അയാളെ വിട്ടു പോകത്തില്ല. അത് ജോസ് ഒന്നുകൂടെ ഇവിടെ പറയാണ്. അതേക്കുന്ന മിയ ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹാലൂസിനേഷൻസ് വല്ലതും ഉണ്ടാവാറുണ്ടോ? വ്യത്യസ്തമായ എന്തെങ്കിലും കാണുകയോ മറ്റോ? പക്ഷെ അവർക്കാർക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അവരത് പറയുമ്പോൾ മിയ അവൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അതായത് ഹോസ്പിറ്റലിൽ വെച്ച് അവളുടെ അമ്മയെ കണ്ടതും അതേപോലെ അവളും ഡാനിയലും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ ആ ലേഡി വന്നു. ആ കാര്യം അവൾ പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ ബാക്കി പറയുന്നത് അവിടെ നിൽക്കുന്ന ഡാനിയലാണ്. അതായത് മിയ അവന്റെ കാൽവിരലെടുത്തിട്ട് അവളുടെ വായിലേക്ക് വെച്ചല്ലോ. എന്നിട്ട് ഇപ്പം അവൻ ആ കാര്യം പറയുമ്പോഴാണ് അത് ജെയ്ഡ് അറിയുന്നത്. അവൾ വല്ലാണ്ട് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. നിങ്ങൾ എന്തിനാണ് ഒരുമിച്ച് റൂമിൽ കിടന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. എന്നാൽ ഇതല്ലല്ലോ ഇപ്പോൾ അവിടുത്തെ പ്രശ്നം. ഇപ്പൊ ജോഷ് പറയുന്നത് ഡെക്കറ്റ് എന്നോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കാണുന്ന ഈ ആത്മാക്കള് മറ്റുള്ളവരെ അനുകരിക്കാൻ സാധ്യതയുണ്ടെന്ന്. ഒരുപക്ഷെ അത് വല്ലതുമാണോ ഇനി മിയയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടുന്നില്ല. അതുകൊണ്ട് ഒരു കാര്യം അവർ തീരുമാനിച്ചു. ആ മരിച്ചുപോയ ഡെക്കറ്റിന്റെ ബ്രദർ ഉണ്ടല്ലോ, കോള്, നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്, കയ്യിൽ കുത്തേറ്റ്, അവനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് അവനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു നോക്കാം. എല്ലാവർക്കും അത് ഓക്കെ ആയിരുന്നു. അങ്ങനെ അവരെല്ലാവരും നേരെ പോകുന്നത് ഒരു ബസ് സ്റ്റാൻഡിലേക്കാണ്. കോൾ അവിടെ ബസ്സും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ ചെന്ന് അവനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവനൊന്നും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഈ സമയമാകുമ്പോഴേക്കും ബസ് വന്നു. അവൻ വേഗം ബസ്സിലേക്ക് കയറി. എന്നാൽ അവരാണെങ്കിൽ അവന് വിടുന്നില്ല. എല്ലാവരും അവന്റെ പുറകെ ബസ്സിലേക്ക് കയറി. എന്റെ മിയ ഇപ്പം അവൻ ചെന്നിരിക്കുന്ന സീറ്റിന്റെ തൊട്ടടുത്ത് ചെന്നിരുന്നു. അവളുടെ പുറകിലായിട്ട് ജേഡും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന റെയിലിയുടെ കാര്യം പറഞ്ഞു. അതേക്കും അവനൊരു ഞെട്ടലായിരുന്നു. ഒരു പയ്യനെ കൊണ്ട് നിങ്ങൾ അത് ചെയ്യിച്ചോ? ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞേക്കാം. ആത്മാക്കൾ ശരീരത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ സമയം കൂടുന്തോറും ആ ശരീരം വീക്ക് ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് റെയിലിയുടെ ശരീരത്തിൽ ആത്മാവ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിനെ പുറത്തു കളയുന്നതായിരിക്കും നല്ലത് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവർ ബസ്സിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് മിയയും കൂട്ടരും ഇപ്പൊ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. മിയ പറയുന്നത് റെയിലിയുടെ കയ്യിൽ നിന്ന് ആ കൈപ്പത്തി വിടിച്ച സമയം നമ്മൾ മെഴുകുതിരി കെടുത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും ആ ആത്മാവ് തിരിച്ചു പോകാതിരുന്നത്. ഒരുപക്ഷെ അതിന് തിരിച്ചു പോകാനുള്ള വാതിലായിരിക്കും ആ മെഴുകുതിരി. അത് ഊതിക്കെടുത്തി കഴിഞ്ഞാൽ അതിന് പോകാൻ പറ്റുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് റെയിലിയെ വെച്ച് ഒന്നുകൂടെ ഈ ഗെയിം കളിക്കാം.
അത് സമ്മതിക്കാന്നല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റൊരു മാർഗ്ഗമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു ഡിസ്കഷന് ശേഷം അവരവിടുന്ന് പിരിയാൻ തുടങ്ങുമ്പോൾ ജോസ് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞാൽ അപ്പം തന്നെ ആ കൈപ്പത്തി കത്തിച്ച് കളയണമെന്നാണ്. മീ അതിന് ഓക്കെ പറയുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് എത്തി. അതിനിടയിൽ മിയയുടെ അച്ഛൻ അവളുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാൽ അവൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ മിയ ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് എത്തി. ജേഡന്റെ അമ്മ ഇപ്പോൾ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ 3 പേരും റെയിലിന്റെ റൂമിലേക്ക് കയറി. എന്നിട്ട് അവൾ ആ കൈപ്പത്തി എടുത്തിട്ട് അവന്റെ കയ്യിൽ പിടിപ്പിക്കുകയാണ്. പക്ഷെ അവന് ബോധമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മിയ ഇപ്പം മറ്റൊരു കാര്യം പറഞ്ഞു. ഒരുപക്ഷെ റെയിലിയുടെ ആത്മാവ് ഇവന്റെ ശരീരത്തിലുണ്ടായിരിക്കത്തില്ല. അതുകൊണ്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഞാനൊരു കാര്യം ചെയ്യാം, ഈ കൈപ്പത്തിയിൽ പിടിച്ചിട്ട് ഇവന്റെ ആത്മാവുമായിട്ട് ഞാനൊന്ന് സംസാരിക്കാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ കൈപ്പത്തിയിൽ പിടിച്ചു. എന്നാൽ അവൾ ആ കൈപ്പത്തിയിൽ പിടിച്ചപ്പോൾ അവളുടെ മുമ്പിൽ വരുന്നത് ചെറിയൊരു പെൺകുട്ടിയുടെ ആത്മാവാണ്. ആദ്യം ഒന്നും ഞെട്ടിപ്പോയെങ്കിലും അവൾ ധൈര്യം വീണ്ടെടുത്തു. എന്നിട്ട് അവൾ ആ കുട്ടിയോട് ചോദിക്കുന്നത് എനിക്ക് റെയിലിയുടെ ആത്മാവിനെ കാണാൻ പറ്റുമെന്നാണ്. അതിനെന്താ പറ്റുമല്ലോ, ഞാൻ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവൾക്ക് മറ്റൊരു വിഷം കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ട് മിയ ശരിക്കും ഞെട്ടിപ്പോയി. കുറെ ആത്മാക്കൾ ചേർന്നിട്ട് റെയിലിയെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. മാത്രമല്ല അവരവനെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുമുണ്ട്. അത് കണ്ടു നിൽക്കാൻ പറ്റാത്തതായതുകൊണ്ട് അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് അവളിങ്ങനെ ഉറക്കെ കരയാൻ തുടങ്ങി. ഈ സമയം എന്താണ് സംഭവിച്ചെന്ന് ജേഡി ചോദിക്കുമ്പോൾ മിയ പറയുന്നത് ഞാൻ അവന്റെ ആത്മാവിനെ കണ്ടു. ഒരു കൂട്ട ആത്മാക്കൾ അവനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അവരവനെ വല്ലാതെ ഉപദ്രവിക്കുന്നുണ്ട്. അവരൊരിക്കലും അവന് വിടുന്ന എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെയാണ് മിയ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ അവിടെ കിടക്കുന്ന കൈപ്പത്തി ഒരൊറ്റ തട്ടു കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മിയ ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. അവളെ കാത്ത് അവളുടെ അച്ഛൻ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനിപ്പം അവളോടൊരു കാര്യം പറയാണ്. നീ അന്ന് എന്നോട് ചോദിച്ചില്ലേ അമ്മയുടെ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും നിന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ടോന്ന്? അങ്ങനെ ഒരു കാര്യമുണ്ടോ മോളെ എന്നും പറഞ്ഞിട്ട് അയാൾ ഒരു ലെറ്റർ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മ മരിക്കുന്നതിന് മുമ്പ് എഴുതിയ ആത്മഹത്യക്കുറിപ്പ്. കരഞ്ഞുകൊണ്ടാണ് അയാളത് വായിക്കുന്നത്. അതിൽ അവളുടെ അമ്മ എഴുതിയിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാണ്, നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്നാണ്. അത് വായിച്ചിട്ട് അച്ഛനിങ്ങനെ കരയുമ്പോൾ അവൾ അച്ഛനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ ഈ സമയത്താണ് പുറകിലായിട്ട് മിയ അവളുടെ അമ്മയെ കാണുന്നത്. അമ്മ ഇപ്പൊ പറയുന്നത് അയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത് എന്നാണ്. അത് കേൾക്കുമ്പോൾ അവൾക്ക് സംശയമായി. അതുകൊണ്ട് അവൾ അച്ഛനെ വിട്ടു. ഇപ്പൊ അച്ഛന്റെ കാര്യത്തിൽ അവൾക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് പോയി. അങ്ങനെ അവൾ റൂമിലേക്ക് ചെന്നിട്ട് അവളുടെ അമ്മയോട് സംസാരിച്ചു. അമ്മ ഇപ്പോഴും പറയുന്നത് അയാൾ കളവ് പറയണമെന്നാണ്. അത് കേൾക്കുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ അങ്ങനെ ഒരു ലെറ്റർ എഴുതിയത്? അത് ഞാൻ എഴുതിയതല്ല മോളെ, അയാൾ കളവ് പറയുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ വിചാരിക്കുന്ന പോലെ അത് നിന്റെ അച്ഛനല്ല, അവര് നിന്നെ അങ്ങനെ തോന്നിപ്പിക്കുന്നതാണ്. അമ്മ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാതിലിൽ അവളുടെ അച്ഛൻ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. പുള്ളി ഇങ്ങനെ ശക്തിയായിട്ട് അടിക്കുകയാണ്. മീക്കാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇതേസമയം തന്നെ ഇവളുടെ ശരിക്കുള്ള അച്ഛൻ ആ വീടിന്റെ ഹാളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. പുള്ളി ഇപ്പം മിയയുടെ ബാഗൊക്കെ പരിശോധിക്കുകയാണ്. ഈ സമയം തന്നെ മിയയുടെ അവസ്ഥയാണെങ്കിൽ അയാളിങ്ങനെ വാതിലിൽ ഇടിക്കുന്നുണ്ട്. വല്ലാണ്ട് പേടിച്ചാണ് അവൾ നിൽക്കുന്നത്. അതിനിടയിൽ അമ്മ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. റെയിലിക്ക് ഒരിക്കലും അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അവൻ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട് അവിടുന്ന്. ഇനിയിപ്പോൾ അവനെ രക്ഷിക്കാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, അവനെ കൊല്ലണം. അതിന് നിനക്കേ പറ്റൂ എന്നാണ് അമ്മ പറയുന്നത്. അതേക്കും അവൾക്ക് ശരിക്കും പേടിയായി. ഞാൻ അവനെ കൊല്ലാനോ? അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതേ മോളെ, നീ തന്നെ അത് ചെയ്യണം. അവനോട് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ദയാണത്. അവൻ മരിച്ചുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട. അവൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത് ഞാൻ നിനക്ക് വാക്ക് തരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞു. അമ്മ അത്രയും പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ പുറകിലായിട്ട് അവൾക്ക് റെയിലിയെ കാണാം. അവനിങ്ങനെ വേദന കൊണ്ട് പൊളയാണ്. ഈ സമയത്താണ് അയാൾ വാതിലും തുറന്ന് അകത്തേക്ക് വരുന്നത്. അയാളുടെ മുഖത്ത് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതേസമയം തന്നെ താഴെ നിൽക്കുന്ന അവളുടെ ഒറിജിനൽ അച്ഛൻ ഈ ശബ്ദമൊക്കെ കേട്ടു. പുള്ളിക്ക് സംശയമായി. അങ്ങനെ റെയിലിയുടെ അടുത്തേക്ക് വന്ന ആള് ഓടി വന്നിട്ട് റെയിലിയെ പിടിച്ചു. എന്നിട്ട് അവളെ താഴേക്ക് കിടത്തിയിട്ട് അവളെ കഴുത്തിന് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അവൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിനിടയിലാണ് അപ്പുറത്ത് കിടക്കുന്ന കത്രിക അവൾ കാണുന്നത്. അവൾ പതെടുക്കാൻ വേണ്ടി കൈ നീട്ടി. ഈ സമയത്താണ് അവളുടെ ഒറിജിനൽ അച്ഛൻ അങ്ങോട്ട് വരുന്നത്. എന്നാൽ പുള്ളി നോക്കുമ്പോൾ മീ അവിടെ ഒറ്റയ്ക്ക് താഴെ കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി അയാൾ അവളുടെ അടുത്തേക്ക് പോയി. എന്നാൽ അപ്പോഴേക്കും അവൾ കത്രിക എടുത്തിട്ട് ഒരൊറ്റ കുത്ത് കറക്റ്റായിട്ട് അത് അയാളുടെ കഴുത്തിനെ കൊള്ളുകയും ചെയ്തു. അതിനെ തുടർന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റു. അങ്ങനെ പിറ്റേ ദിവസമായി ജേഡ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അതിനിടയിലാണ് മിയ അവളുടെ ഫോണിൽ വിളിക്കുന്നത്. മിയ വല്ലാണ്ട് കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. നീ വേഗം എൻ്റെ വീട്ടിലേക്ക് വാ, എനിക്കൊരു കാര്യം പറയേണ്ടത്. ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞിട്ട് ജേഡ് ഫോൺ കട്ട് ചെയ്തു. എൻ്റെ റൂമിലേക്ക് ചെന്ന് റെയിലി ഒന്ന് നോക്കിയതിന് ശേഷം ജേഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ജേഡ് വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ മിയ അവളുടെ കാറിൽ അവിടെ തന്നെ കിടപ്പുണ്ട്. ജേഡിനെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഫോൺ ചെയ്തത്. അങ്ങനെ മിയ ഇപ്പോൾ റെയിലിയുടെ റൂമിലേക്ക് എത്തി. കുറച്ച് സമയം അവൾ അവനെയും നോക്കി അവിടെ തന്നെ ഇരുന്നു. ഈ സമയത്താണ് ജേഡിന്റെ അമ്മ അങ്ങോട്ട് വരുന്നത്. എന്നാൽ അമ്മയ്ക്കിപ്പം മിയയോട് ദേഷ്യമൊന്നുമില്ല. അവള് കാരണമല്ല റെയിലിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യമൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ കുറെ സോറിയൊക്കെ അവളോട് പറഞ്ഞു. അതെല്ലാം കേൾക്കുമ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് സമയം എൻ്റെ അടുത്ത് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മിയ അമ്മയോടൊന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ അമ്മയോടൊന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് റെയിലിയുടെ രൂപം മാറുന്നത്. നല്ല പ്രായമായിട്ടുള്ള രൂപമാണ് അവളിപ്പോൾ കാണുന്നത്. ഇത് റെയിലിയുടെ ആത്മാവിനെ മറ്റേ സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു പിശാചാണ്. അതിപ്പോൾ മിയോട് ചോദിക്കുന്നത് അപ്പം നീ എന്നെ കണ്ടെത്തിയല്ലേ എന്നാണ്. അത് കേട്ടതും അവൾ അവളുടെ പോക്കറ്റിലുള്ള കത്രിക എടുത്തു. എന്നിട്ട് അതിനെ കുത്താൻ വേണ്ടി കൈപോക്കി.
എന്നാൽ കൈ പൊക്കിയതും ആ രൂപം മാറി പഴയതുപോലെ റെയിലി തന്നെയായി. അതുകൊണ്ട് തന്നെ അവൾക്ക് കുത്താൻ തോന്നുന്നില്ല. അങ്ങനെ അവൾ അവിടെ സ്റ്റക്കായി നിൽക്കുമ്പോൾ അവന്റെ രൂപം പിന്നെയും മാറി. എന്റെ ആ പിശാച് പറയുന്നത്, നീ എന്നെ ഒന്ന് ടച്ച് ചെയ്യേ, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ കാണിച്ചു തരാമെന്നാണ്. അത് ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴാണ് അവൾ മറ്റൊരു കാര്യം കാണുന്നത്. അതാ കങ്കാരുവായിരുന്നു. അതാ വാതിൽക്കൽ കിടപ്പുണ്ട്, ചോരയും വരുന്നുണ്ട്. അതിപ്പോൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഇതേ സമയം തന്നെ മിയെ അന്വേഷിച്ച് ജേഡ് അവളുടെ വീട്ടിലേക്ക് എത്തി. എന്നാൽ അവിടുത്തെ കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. മിയയുടെ അച്ഛൻ അവിടെ കുത്തേറ്റ് കിടക്കുകയാണ്. അങ്ങനെ ജേഡ് ഉടനെ തന്നെ ഹോസ്പിറ്റലിലുള്ള അവളെ അമ്മയെ വിളിച്ചു. എന്നിട്ട് അവളെ അമ്മയോട് പറയുന്നത് മിയ ഡേഞ്ചറസ് ആണ്, അവൾ അവിടെ ഉണ്ടെങ്കിൽ അവളെ നോക്കണമെന്ന്. അത് കേട്ടതും വളരെ ടെൻഷനോടെ അമ്മ റൂമിലേക്ക് ഒന്ന് നോക്കി. എന്നാൽ മിയ അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ബെഡിലെ റെയിലെ കാണുന്നുമില്ല. അങ്ങനെ ഒരു 5 മിനിറ്റ് കൊണ്ട് ജേഡ് ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത്. മിയ ഇപ്പോൾ റെയിലെ ഒരു വീൽ ചെയറിൽ കയറ്റി റോഡിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതും ജേഡ് വേഗം അവളുടെ അടുത്തേക്ക് ഓടി. ഈ സമയം മിയ ആണെങ്കിൽ റെയിലേയും തള്ളി നല്ല തിരക്കുള്ള ആ ഹൈവേയിലേക്കാണ് ഇറങ്ങുന്നത്. ജേഡ് നോക്കുമ്പോൾ ആ വീൽ ചെയറിൽ ഇരിക്കുന്നത് റെയിലെയാണ്. എന്നാൽ മിയയുടെ കാഴ്ചയിൽ അത് ആ പിശാചാണ്. അതുകൊണ്ട് ഉടനെ അതിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ മെനക്കിടുന്നത്. അങ്ങനെ അവൾ റോഡിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അവളുടെ പുറകിലൂടെ 2 കൈകൾ വന്നിട്ട് അവളെ പിടിക്കുന്നത്. അത് അവളുടെ അമ്മയായിരുന്നു. ഇപ്പൊ അമ്മ അവളോട് പറയുന്നത്, നിന്നെ ഓർത്ത് എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് മോളെ, നീ ഇപ്പൊ ചെയ്യുന്നതാണ് കറക്റ്റ്. നീ അവന് വഴി കാണിച്ചു കൊടുക്കുക. പിന്നീട് അങ്ങോട്ട് എന്നേക്കുമായിട്ട് അവൻ ഞങ്ങളുടേത് മാത്രമായിരിക്കും. ആ ഡയലോഗ് അവളുടെ അമ്മ അവസാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പം മിയയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. അത് അവളുടെ ഒറിജിനൽ അമ്മയല്ല, ഒരു പിശാച് അമ്മയുടെ രൂപത്തിൽ അവളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുകയാണ്, റെയിലിയെ തട്ടിയെടുക്കാൻ വേണ്ടി. ആ ഒരു തിരിച്ചറിവാക്ക് വന്നു. ഇനി കാണിക്കുന്നത് ഒരു അച്ഛനും മകളും ഒരു കാറിൽ അങ്ങോട്ട് വരുന്നതാണ്. അവരുടെ വണ്ടി ഇപ്പോൾ വന്നിട്ട് റെയിലി ഇടിച്ചു. അതിനെ തുടർന്ന് ആ കാറ് കുറച്ച് അപ്പുറത്തേക്ക് സ്റ്റോപ്പായി. ഈ സമയം മിയ ആണെങ്കിൽ നടു റോഡിൽ കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് ബോധം വന്നു. അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൾക്ക് അപ്പുറത്തായിട്ട് കുറെ വണ്ടികളൊക്കെ നിരത്തിയിട്ടുണ്ട്. തിരിഞ്ഞു നോക്കുമ്പോൾ റെയിലി ആ റോഡിന്റെ സൈഡിലാണ്. അവന്റെ അടുത്തായിട്ട് ജേഡും ഉണ്ട്. റെയിലിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല, അവളെ മാത്രമേ വണ്ടി ഇടിച്ചിട്ടുള്ളൂ. അങ്ങനെ ആ ഒരു കാഴ്ച അവൾ കണ്ട അടുത്ത സെക്കൻഡിൽ അവൾ ഹോസ്പിറ്റലിലേക്ക് എത്തി. ഇപ്പൊ അവൾ റെയിലിയുടെ റൂമിലേക്ക് നോക്കുമ്പോൾ അവന് ഒരു കുഴപ്പമില്ല. അവന്റെ അമ്മയും ചേച്ചിയും നല്ല സന്തോഷത്തിലാണ്. ഈ സമയത്താണ് അവൾ അവളുടെ അച്ഛനെ കാണുന്നത്. പുള്ളി അവിടുത്തെ കോറിഡോറിലൂടെ മുന്നോട്ട് ഇങ്ങനെ നടക്കുന്നു. അതിനെ തുറന്ന് അവൾ അയാളെ ഫോളോ ചെയ്തു. അങ്ങനെ കുറച്ച് മുന്നിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവൾ അപ്പുറത്ത് മറ്റൊരു കാഴ്ച കണ്ടു. ജേഡും അമ്മയും കൂടെ റെയിലിയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിനെ തുറന്ന് ആ റൂമിലെ ലൈറ്റ് ഓഫായി. ഈ സമയത്താണ് അവിടുത്തെ കണ്ണാടി അവൾ ശ്രദ്ധിക്കുന്നത്. അവൾക്ക് ആ കണ്ണാടിയിൽ കാണാൻ പറ്റുന്നില്ല. ഇതിനു മുമ്പ് അവൾ കണ്ട സ്വപ്നം പോലെ. മാത്രമല്ല അവളുടെ കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യിലെ വിരലുകളൊക്കെ ഒടിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ അവൾ പിന്നെ അവളുടെ അച്ഛൻ്റെ പുറകെ പോയി. എന്നാൽ അവൾ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അച്ഛൻ ഒരു ലിഫ്റ്റിലേക്ക് കയറി. അതോടുകൂടെ മൊത്തം ലൈറ്റ് ഓഫായി. പിന്നീട് അവൾ കാണുന്നത് ഒരു വിളക്കിന്റെ പ്രകാശമാണ്. അതിനെ തുറന്ന് അവൾ ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് വന്നു. അവൾ നോക്കുമ്പോൾ ഒരു ടേബിളിലായിട്ട് ഒരു മെഴുകുതിരി എത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായിട്ട് ഒരുത്തിനിരിക്കുന്നു. അവനിപ്പോ കൈ നീട്ടിയിരിക്കുകയാണ്. അങ്ങനെ അതെന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവൾ കൈ കൊടുത്തു. ഈ സമയത്താണ് അവൾ ആ കാര്യം തിരിച്ചറിയുന്നത്. അവൾ മരിച്ചു കഴിഞ്ഞു. ആ പയ്യൻ ആത്മാവിനെ വിളിക്കാൻ വേണ്ടി ആ കൈപ്പത്തിക്ക് കൈ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിയറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.